ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഒരു പഴയ ക്ലിപ്പ് റീയൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ 5 സെൻറ്റിമീറ്റർ വീതി 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു 2 ചതുര പീസ് സാറ്റിൻ്റെ തുണിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൻ്റെ നമ്മൾ നല്ല വശം നമ്മൾ അടിയിൽ വരത്തക്ക വിധത്തിൽ നമ്മൾ എടുത്തിട്ട് അത് പിന്നൂത്തി നമ്മൾ ഇളകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നല്ല സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ പിന്നൂത്തി വെച്ചു. എന്നിട്ട് നമ്മൾ കൈ തയ്യൽ വെച്ച് നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ തയ്ച്ച് ഇടയ്ക്ക് ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ കൈ കുത്തി കയറാതെ നോക്കണം. അപ്പം അങ്ങനെ നമ്മൾ മര്യാദയ്ക്ക് തയ്ച്ച് ഇടയ്ക്കിടയ്ക്ക് സ്പീഡൊക്കെ കൂടുകയും, കാരണം വീഡിയോ അധികം സ്പീഡായില്ലെങ്കിൽ അധികം സ്ലോ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാണ്ടിരിക്കും. അത് നിങ്ങൾ കാണാണ്ടിരിക്കരുത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 വശം തയ്ക്കാനായിട്ട് മറക്കരുത്. അതുപോലെ ഗ്യാപ്പൊന്നും വരാതെ അധികം നമ്മൾ മറ്റേ 2 തുണിയും കറക്റ്റായിട്ട് തയ്യൽ ചെല്ലാനും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ 4 വശം നന്നായിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഓട്ടയിൽ കൂടെ നമ്മൾ നല്ല വശം നമ്മൾ പതുക്കെ എടുക്കുക. ഇത് ഞാൻ വീഡിയോയിൽ ഭയങ്കര സ്പീഡായിട്ട് എടുത്തതാണെന്ന് പറഞ്ഞു നിങ്ങൾ സ്പീഡായിട്ട് എടുത്ത് കഴിഞ്ഞാൽ തയ്ച്ചൊക്കെ വെറുതെ കീറിപ്പോവും. അതുകൊണ്ട് പതുക്കെ എടുക്കുക. നിങ്ങൾ കാണാതെ നിങ്ങൾ ഓവർ ലോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കാണാതെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് പതുക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേറെ ഇതുപോലെ ഒരു 2 പീസ് ഇതേപോലെ തന്നെ അളവ് 4 സെൻറ്റിമീറ്റർ വീതി 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു 2 പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചിട്ട് ഇതുപോലെ തന്നെ ഓട്ടയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നല്ല വശം എടുത്തിട്ട് ഇതുപോലെ തന്നെ മടക്കിട്ടിട്ട് നമ്മൾ തയ്ച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നന്നായിട്ട് തയ്ച്ച് സെക്യൂർ ചെയ്തിട്ട് അടുത്ത പീസും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നല്ല ഞെറിവ് പോലെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നടുക്ക് നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി വച്ചിട്ട് തയ്ക്കുക ചെയ്യുന്നത്. അത് തയ്ച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഓട്ട ഇട്ട നമ്മൾ ഭാഗം നമ്മൾ കൂട്ടി തയ്ക്കുന്നതിൻ്റെ നടുക്ക്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ, അതായത് കാണാത്ത രീതിയിൽ നമ്മൾ അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ നീളമൊക്കെ ഉള്ള ഒരു ചെറിയ പീസ് തുണിയും കൂടെ, സാറ്റിൻ്റെ തന്നെ ചെറിയ പീസ് തുണി നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് മടുക്ക് കാണാത്ത വിധത്തിൽ അത് മടക്കി വെക്കണം. എന്നിട്ട് അത് ഇതിൻ്റെ സെൻറ്ററിൽ തയ്യൽ കാണാത്ത വിധത്തിൽ നമ്മൾ അത് ഒന്ന് ചുറ്റി വയ്ക്കണം. ചുറ്റിയിട്ട് ബാലൻസ് നമ്മൾ ഒരു ചുറ്റിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാലൻസ് തുണി നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഫെവിക്വിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പിലാണ് നമ്മളിത് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ പഴയ ഒരു ക്ലിപ്പാണ്, മമ്മിയുടെ ക്ലിപ്പാണ്. അത് ഒരു കാല് പോയ പോലെ ക്ലിപ്പിൻ്റെ ഇതായി. അത് മാത്രമല്ല അത് നന്നായിട്ട് മുഷിഞ്ഞ് ഒരു കോലായി. അപ്പോൾ ആ സംഭവം നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് അത് ഇതിനകത്തേക്ക് ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അപ്പം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ഒരു ക്ലിപ്പായിട്ട് കിട്ടി. പഴയ ഒരു ക്ലിപ്പിൻ്റെ ആ കോലൊക്കെ മാറി നമ്മൾ പുതിയൊരു ക്ലിപ്പായി. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത വരാം. ബൈ.